ഈശോയിൽ ഏറ്റവും പ്രിയരെ, ഇന്ന് സെപ്റ്റംബർ 22 ഞായറാഴ്ച. വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. ഉൽപ്പത്തി പുസ്തകം 29:15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു, നീ എൻ്റെ ചർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിന് വെറുതെ പണിയെടുക്കുന്നു? നിനക്കെന്ത് പ്രതിഫലം വേണമെന്ന് പറയുക. ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവളുടെ പേർ ലേയ എന്നും ഇളയവളുടെ പേർ റാഹേൽ എന്നും. ലേയായുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു. റാഹേലാകട്ടെ സുന്ദരിയും വടുവത്തോളുമായിരുന്നു. യാക്കോബ് റാഹേലിൽ അനുരക്തനായി. അവൻ ലാബാനോട് പറഞ്ഞു, അങ്ങയുടെ ഇളയ മകളായ റാഹേലിന് വേണ്ടി ഞാൻ 7 കൊല്ലം അങ്ങയുടെ കീഴിൽ ജോലി ചെയ്യാം. ലാബാൻ പറഞ്ഞു, അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് തരുന്നതാണ്. എൻ്റെ കൂടെ പാർത്തുകൊള്ളുക. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. അവിടെയുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായി അവന് തോന്നിയുള്ളൂ. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് 2 ചിന്ത ദൈവം തരുന്നു. ഒന്ന്, നല്ല ജോലി ചെയ്യുന്നവന് അർഹിക്കുന്ന വേതനം കൊടുക്കണം. അവൻ ആര് തന്നെ ആയാലും അവൻ്റെ ജോലിക്ക് തക്ക കൂലി കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിൽ അന്യൻ്റെ വിയർപ്പിൻ്റെ വില വന്ന് കയറിയാൽ അത് അനുഗ്രഹത്തിന് കാരണമാകില്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ അർഹിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ അത് നമ്മുടെ സമ്പത്തല്ല എന്ന് നമ്മൾ അറിയണം. മറ്റൊരു വശം കൂടി അതിനകത്തുള്ളത്, അർഹിക്കാത്ത കൂലി വാങ്ങാതിരിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവൻ്റെ വിയർപ്പിൻ്റെ വില നമ്മുടെ വീട്ടിൽ വരല്ലെന്ന് വേല എടുക്കുന്നവനും ചിന്തിക്കണം. അർഹിക്കാത്ത കൂലി കണക്ക് പറഞ്ഞ് വാങ്ങാതിരിക്കണം. അർഹിക്കുന്നത് വാങ്ങാനും അർഹിക്കുന്നത് കൊടുക്കാനും നമുക്ക് പറ്റട്ടെ. ആ ഒരു സംസ്കാരം നമ്മുടെ ജീവിതങ്ങളിലൊക്കെ നേടിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. മറ്റൊന്ന്, വിവാഹ ജീവിതത്തിലേക്കുള്ള ഒരുക്കത്തെക്കുറിച്ചാണ്. 7 കൊല്ലം അവൻ അവിടെ പണിയെടുക്കാൻ തയ്യാറാവുക. 7 കൊല്ലത്തെ ഒരുക്കമാണ് അവൻ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി അവൻ ചോദിച്ചത്. 7 കൊല്ലം ഞാൻ നിനക്ക് വേണ്ടി പണിയെടുക്കാം, അതിനുശേഷം നീ അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. പ്രിയമുള്ളവരെ, വിവാഹത്തിൻ്റെ ഒരുക്കം, വിവാഹം പവിത്രമാണെന്നും പരിശുദ്ധമാണെന്നും അത് തലമുറകൾക്ക് ജന്മം കൊടുക്കേണ്ടതാണെന്നും കുടുംബത്തിന്റെ അടിത്തറ ഒരുക്കലാണതെന്നുമുള്ള ബോധ്യം മക്കൾക്ക് കൊച്ചിലെ കൊടുക്കാൻ മാതാപിതാക്കൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രായപൂർത്തിയായി വരുമ്പോഴേ മകനെ മകളെ നീ ഇന്നല്ലേ നാളെ കുടുംബജീവിതത്തിലേക്ക് കടക്കേണ്ടതാണ്. അതിനുള്ള ഒരുക്കം മോക്കുണ്ടാവണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ കടന്നു പോകുമ്പോഴൊക്കെ പ്രത്യേകമായിട്ട് നല്ല ഒരു ജീവിത പങ്കാളി, വിശുദ്ധിയോടും വെടുപ്പോടും കുടുംബജീവിതത്തിന്റെ ആ പവിത്രത കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ജീവിത പങ്കാളിയെ നിനക്ക് കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് കൊച്ചിലെ മുതൽ പിള്ളേരെ പറഞ്ഞു ഒരുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് വലിയ അപജയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിന് നമുക്ക് പരിശ്രമിക്കണം. പ്രത്യേകിച്ച് ഇത് അമ്മമാരുടെ കടമയാണ്. മക്കളോട് നിരന്തരം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഒരുക്കത്തിലൂടെ കുഞ്ഞുങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കട്ടെ. അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. നല്ല കുഞ്ഞുമക്കൾ നമുക്കുണ്ടാവും, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനായിട്ട് ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.